ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകളുടെ ഗുണനം 5 മുതലുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. ബേസിക് മാത്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ചോദ്യം എഴുതിയിട്ടുണ്ട്. 25 into 4. 25 into 4 ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എത്രയാ? 25 into 4 equal to എത്രയാണ്? 100 ആണ് അല്ലെ? 100 ആണ്. ഇവിടെ താഴെ ഒരു ചോദ്യം 25 into 0.4. ഇവിടെ എന്താ വ്യത്യാസം ഇത് രണ്ടും? 25.4ന് പകരം 0.4 ആണ്. അതൊരു ഡെസിമൽ നമ്പർ ആണ്. ഒരു ഹോൾ നമ്പറും ഒരു ഡെസിമൽ നമ്പറും ഇൻറ്റു ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ നമ്പർ ഡെസിമൽ അല്ലെങ്കിൽ പോയിന്റ് ഇല്ലാതെ ഇതിന് നമുക്ക് എന്താ വായിക്കാൻ പറ്റുക? 4 എന്ന് വായിക്കും. അപ്പൊ 25 into 4ന്റെ ആൻസർ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 25 into 4 എത്രയാ? 100 ആണ്. അപ്പൊ അവിടെ 100 എഴുതുക. അതിനുശേഷം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ടോ അത്രയും അക്കങ്ങള് ആൻസറിലും വരുന്ന രീതിയിൽ പോയിന്റ് ഇടുക. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കായതുകൊണ്ട് ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കം വരുന്ന രീതിയിൽ പോയിന്റ് ഇടുക. അതായത് 10.0. 10.0 മീൻസ് 10. ഇതിന്റെ ആൻസർ 25 into 0.4 is equal to 10. അടുത്തത് 2.5 into 4. അപ്പൊ ഇവിടെയും 2.5 എന്ന ഒരു ഡെസിമൽ നമ്പർ ഉണ്ട്, 4 എന്നൊരു ഹോൾ നമ്പർ ആണ് അല്ലെ? ഒരു ദശാംശ സംഖ്യയും ഒരു പൂർണ്ണസംഖ്യയും ഇൻറ്റു ചെയ്യണം അല്ലെ? അപ്പോ 2.5 എന്ന് പറഞ്ഞാ 25 into 4 എന്റെ ആൻസർ ആദ്യം എഴുതുക. ഡെസിമൽ ഇല്ലാതെ ഇൻറ്റു ചെയ്തിട്ട് ആൻസർ എഴുതുക. അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ടോ അതിനനുസരിച്ച് പോയിന്റ് ഇടുക അല്ലെ? അപ്പൊ എങ്ങനെ വരുക? 100 പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരക്കായതുകൊണ്ട് ഇവിടെയും ഒരക്കം വരുന്ന രീതിയിൽ പോയിന്റ് ഇടുക. അടുത്തത് 2.5 into 0.4. അവിടെയും ഇത് ഡെസിമൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കുക? 25ഉം 4ഉം അല്ലെ? 100 തന്നെയാണ്. 100 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരക്കമുണ്ട്, ഇവിടെയും ഒരക്കമുണ്ട്. അപ്പൊ ആകെ 2 അക്കങ്ങളായതുകൊണ്ട് 1.00. 1.00 എന്ന് പറഞ്ഞാ 1. അടുത്തത് 0.25 ഗുണിക്കണം 0.4. ഇവിടെ പോയിന്റ് ഇല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ 25, ഇവിടെ 4 അല്ലെ? 25 into 4 100 ആണ്. അത് എഴുതുക. അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ട് ആകെ എത്ര അക്കങ്ങൾ ഉണ്ട് നോക്കുക. ഇവിടെ 1, 2, 3 അല്ലെ? അപ്പൊ നമ്മുടെ ആൻസറിൽ എങ്ങനെ വരണം? പോയിന്റ് കഴിഞ്ഞിട്ട് 3 അക്കങ്ങൾ വരണം അല്ലെ? അപ്പൊ 1, 2, 3. ഈ 1ന്റെ ഇടതുവശത്തായിട്ടാണ് പോയിന്റ് വരിക. അപ്പൊ 0.100. ദാറ്റ് മീൻസ് 0.1 ആണ് ഇതിന്റെ പ്രോഡക്റ്റ്. 0.25 into 0.4. ഇനി ഇവിടെ 0.25 into 0.04. ഇവിടെയും ഡെസിമൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ നമ്പർ 25, ഇത് 4. ഇപ്പൊ 25 into 4 100 ആണ്. ദെൻ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്, അതേപോലെ ഇവിടെയും 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടല് എത്രയായി? 4 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ആൻസറിൽ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് വേണം? 4 നമ്പേഴ്സ് വേണം. അപ്പൊ ഇവിടെ 1, 2, 3 എണ്ണം ഉണ്ട്. 4ാമത്തതിന് നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0 ഇടണം. എന്നിട്ട് എന്ത് ചെയ്യാ? എന്നിട്ട് പോയിന്റ് ഇടാം. ഇവിടെ പോയിന്റ് ഇടാം. ഈ ലെഫ്റ്റിലത്തെ 0നെ എങ്ങനെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇടുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ 0.01 ആണ് ഇവിടുത്തെ ആൻസർ. 0.01. അപ്പൊ ഇത് എന്താണ്? ഡെസിമൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വിശദീകരിക്കുന്ന രീതിയിൽ ആണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കൂടുതൽ നമ്പേഴ്സ് എടുത്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന്റെ ലാസ്റ്റില് എഴുതുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഉത്തരം പിന്നെ ഇതിന്റെ താഴെ, വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.